नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 78. ബല്വലമോക്ഷവും ഭഗവാൻ ബലരാമൻ്റെ തീർത്ഥാടനവും. പേജ് നമ്പർ 759. ബല്വലാസുരനെ നേരിടാൻ ഭഗവാൻ ബലരാമൻ ഒരുക്കം കൂട്ടി. അസുരൻ്റെ ആക്രമണ സമയത്തു പതിവ് പോലെ കൊടുങ്കാറ്റടിച്ചു. ആകാശം പൊടിപടലം കൊണ്ട് മൂടി. അന്തരീക്ഷം ദുർഗന്ധപൂരിതമായി. ഇതേ തുടർന്നു നിഷ്കൃതിക്കാരനായ ബല്വലാസുരൻ മലമൂത്രങ്ങളും മറ്റു മലിന വസ്തുക്കളും വർഷിച്ച് യാഗവേദി മലീമസമാക്കി. ഈ കടന്നാക്രമണം കഴിഞ്ഞ് കയ്യിൽ ശൂലവുമായി അസുരൻ നേരിട്ടാവിർഭവിച്ചു. അവനൊരു ഭീമാകാരനായിരുന്നു. അവൻ്റെ ഇരുണ്ട ശരീരം കരിക്കട്ടയുടെ കൂമ്പാരം പോലെ കാണപ്പെട്ടു. അവൻ്റെ താടിയും മീശയും തലമുടിയും ചെമ്പുനിറമായിരുന്നു. വലിയ മീശയും താടിയും കൊണ്ട് ആ മുഖം അപകടകാരിയും ഭീഷണവുമായി തോന്നിച്ചു. അസുരനെ കണ്ട മാത്രയിൽ തന്നെ ഭഗവാൻ ബലരാമൻ അവനെ ആക്രമിക്കാൻ തയ്യാറായി. എങ്ങനെയാണ് അസുരനെ തകർത്തു തരിപ്പണമാക്കേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആലോചന. ഭഗവാൻ ബലരാമൻ തൻ്റെ ഗദയും കലപ്പയും ആവാഹിച്ചു. അവ തക്ഷണം മുന്നിലെത്തി. ബല്വലാസുരൻ ആകാശത്തിൽ പറക്കുകയായിരുന്നു. കിട്ടിയ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ ഭഗവാൻ ബലരാമൻ അവനെ കലപ്പ കൊണ്ടു വലിച്ചു താഴെയിട്ടു. കോപത്തോടെ ഗദ കൊണ്ടു അവൻ്റെ തലയ്ക്കടിച്ചു. ബലരാമൻ്റെ അടിയേറ്റ് അസുരൻ്റെ തല തകർന്നു. അവൻ്റെ നെറ്റിത്തടത്തിൽ നിന്നു രക്തം ധാരാളമായി പ്രവഹിച്ചു. അവൻ ഉച്ചത്തിൽ മുറവിളി കൂട്ടിത്തുടങ്ങി. ഇപ്രകാരം ധാർമ്മികരായ ബ്രാഹ്മണർക്കു കടുത്ത ശല്യമുണ്ടാക്കിക്കൊണ്ടിരുന്ന അസുരൻ തറയിൽ വീണു. അശനിപാതമേറ്റ് ഭൂമിയിൽ തകർന്നു വീണ പർവ്വതശിഖരം പോലെയായിരുന്നു ആ വീഴ്ച. ഇതുകണ്ട് നൈമിഷാരണ്യത്തിലെ ജ്ഞാനികളായ ഋഷിമാരും ബ്രാഹ്മണരും അത്യധികം സന്തോഷിച്ചു. അവർ ഹൃദയം നിറഞ്ഞ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിലർപ്പിച്ചു. ഭഗവാൻ ബലരാമൻ്റെ ഉദ്യമങ്ങളൊന്നും ഒരിക്കലും പരാജയപ്പെടില്ലെന്ന് അവർ സമ്മതിച്ചു. തുടർന്നു അവർ ഭഗവാൻ ബലരാമന് ആഡംബരപൂർവം അഭിഷേകം നടത്തി. അസുരന്മാരെ ജയിച്ച ഇന്ദ്രന് ദേവന്മാർ അഭിഷേകം നടത്തിയ പോലെ. ഒന്നാം തരം വസ്ത്രങ്ങളും ആഭരണങ്ങളും ശാശ്വതമായ അസ്തിത്വമുള്ളതിനാൽ ഒരിക്കലും വാടാത്തതും സൗന്ദര്യത്തിൻ്റെ സംഭരണിയുമായ വിജയത്തിൻ്റെ താമരമാലയും നൽകി ഋഷിമാരും ബ്രാഹ്മണരും ഭഗവാൻ ബലരാമനെ ആദരിച്ചു.
ഈ സംഭവത്തിനു ശേഷം നൈമിഷാരണ്യത്തിൽ കൂടിയിരുന്ന ബ്രാഹ്മണരുടെ അനുവാദം വാങ്ങി ഏതാനും ബ്രാഹ്മണരുമൊത്ത് ഭഗവാൻ ബലരാമൻ കൗശികി നദിയുടെ തീരത്തെത്തി. ഈ പുണ്യസ്ഥലത്തു സ്നാനം ചെയ്ത ശേഷം അദ്ദേഹം സരയൂ നദിയിലേക്കു പുറപ്പെട്ടു. സരയൂ നദിയുടെ ഉദ്ഭവസ്ഥാനം സന്ദർശിച്ചു. സരയൂ നദിയുടെ തീരത്തിലൂടെ അദ്ദേഹം ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനമായ പ്രയാഗയിലെത്തി. ഇവിടെയും അദ്ദേഹം നിത്യസ്നാനവും സ്ഥലത്തെ ക്ഷേത്രങ്ങളിൽ ദർശനവും നടത്തി. വേദഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്നതുപോലെ ഋഷിമാർക്കും പിതൃക്കൾക്കും തർപ്പണം ചെയ്തു. ക്രമേണ പുലഹ മുനിയുടെ ആശ്രമത്തിലെത്തി. അവിടെ നിന്നു ഗോമതി നദിയുടെ തീരത്തുള്ള ഗണ്ഡകിയിലേക്കു പോയി. തുടർന്നു വിപാസ നദിയിൽ സ്നാനം ചെയ്ത ശേഷം ശോണ നദിയുടെ തീരത്തെത്തി. ശോണ നദി ബീഹാർ പ്രവിശ്യയിലെ വൻ നദികളിലൊന്നാണ്. ഇന്നും അതേ പേരിൽ തന്നെ അറിയപ്പെടുന്നു. അവിടെയും സ്നാനം ചെയ്തു. വേദവിധിപ്രകാരമുള്ള ചടങ്ങുകൾ അനുഷ്ഠിച്ചു. വീണ്ടും യാത്ര തുടർന്ന് തീർത്ഥാടന നഗരമായ ഗയയിലെത്തി. അവിടെ പ്രസിദ്ധമായ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. പിതാവായ വസുദേവരുടെ ഉപദേശമനുസരിച്ച് ഭഗവാൻ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ തൻ്റെ പിതൃക്കൾക്കു ബലികർമ്മങ്ങൾ നടത്തി. ഇവിടെ നിന്നു യാത്ര ചെയ്ത് ഗംഗാനദി സാഗരത്തോടു സംഗമിക്കുന്ന നദീമുഖത്തെത്തി. ഗംഗാസാഗരം എന്നാണ് ഈ പുണ്യസ്ഥലത്തിൻ്റെ പേര്. മാഘമേളോത്സവം എന്ന പേരിൽ വർഷം തോറും പ്രയാഗയിൽ നടക്കുന്ന സന്യാസി സംഗമം പോലെ വർഷം തോറും ജനുവരി മാസത്തിൽ സന്യാസിമാരുടെയും ധാർമ്മികരുടെയും ഒരു മഹാസമ്മേളനം ഇവിടെ ഇന്നും നടക്കാറുണ്ട്. ഗംഗാസാഗരത്തിൽ സ്നാനവും അനുഷ്ഠാനങ്ങളും നടത്തിയ ശേഷം ഭഗവാൻ ബലരാമൻ മഹേന്ദ്ര പർവ്വതം എന്ന പർവ്വതനിരകളിലേക്കു പുറപ്പെട്ടു. ഇവിടെ വച്ച് അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരമായ പരശുരാമനെ ദർശിച്ചു. ഹരേ കൃഷ്ണ.